2003 ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ മന്ത്രാലയം ആരംഭിച്ച ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ വികസനത്തിനുള്ള ഒരു സമഗ്ര പദ്ധതിയാണ് രാഷ്ട്രീയ ഉച്ചതാർ ശിക്ഷാ അഭിയാൻ അഥവാ റൂസ. രാജ്യത്തിനുടനീളമുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ധനസഹായം നൽകുക എന്നതാണ് കേന്ദ്ര സ്പോൺസർഷിപ്പ് പദ്ധതി ലക്ഷ്യമിടുന്നത്. നിലവിലുള്ള സംസ്ഥാന സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അക്കാദമിക് പരീക്ഷണങ്ങളും പരിഷ്കാരങ്ങളും നിലവിൽ വരുത്തുക, ഫാക്കൽറ്റി ലഭ്യത സാധ്യമാക്കുക, ന്യൂനപക്ഷ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നിവയാണ് റൂസ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഇതിനു പുറമെ ക്ലാസ് മുറികൾക്ക് പുറത്ത് വിദ്യ അഭ്യസിക്കുക എന്ന റൂസയുടെ ലക്ഷ്യത്തോട് ചേർന്നാണ് സെൻറ് തോമസ് കോളേജിൽ ഇന്ന് മൾട്ടിപർപ്പസ് ഹാൾ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നത്. ഉദ്ഘാടന ചടങ്ങിനായി വേദിയിൽ 2021 മെയ് മുതൽ പിണറായി വിജയൻ കേരള സർക്കാരിൻ്റെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക വകുപ്പ് മന്ത്രി ആർ ബിന്ദു അവർകൾ, തൃശൂർ കോർപ്പറേഷൻ മേയർ ശ്രീ MK വർഗീസ്, തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർമാരായ റെജി ജോയ്, രാധിക അശോകൻ, കോളേജ് മാനേജർ മാർ ടോണി നീലങ്കാവിൽ പിതാവ്, അസോസിയേറ്റ് ബർസർ റെവറൽ ഫാദർ ഫ്ലർജിനച്ചൻ, കോളേജ് പ്രിൻസിപ്പൽ റെവറൽ ഡോക്ടർ മാർട്ടിൻ KA, കോളേജ് റൂസ കോർഡിനേറ്റർ ഡോക്ടർ തോമസ് MT എന്നിവർ ഈ വേദിയിൽ സന്നിഹിതരാണ്. ഏവരെയും സെൻറ് തോമസ് കോളേജിൻ്റെ ഈ വേദിയിലേക്ക് ഏറെ ആദരവോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ സദസ്സ് ഒരു പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. പ്രാർത്ഥനാ ഗീതം ആലപിക്കുന്നതിനായി 3ാം സെമസ്റ്റർ ഇംഗ്ലീഷ് ആൻഡ് ഹിസ്റ്ററി വിദ്യാർത്ഥിനി ജ്യോതികയെ സ്വാഗതം ചെയ്യുന്നു. ജയ ജയ കോമള കേരള ധരണി, ജയ ജയ മാമക പൂജിത ജനനി, ജയ ജയ പാവന ഭാരത ഹരിണി, ജയ ജയ ധർമ്മ സമന്വയ രമണി, ജയ ജയ കോമള കേരള ധരണി, ജയ ജയ മാമക പൂജിത ജനനി, ജയ ജയ പാവന ഭാരത ഹരിണി, ജയ ജയ ധർമ്മ സമന്വയ രമണി, പ്രേമദമാകും പ്രമദവനം താൻ ശ്യാമള സുന്ദരമിന്നുടെ രാജ്യം, മലയജ സുരഭില മാരുതനേൽക്കും മലയാളം ഹാ മാമകരാജ്യം, പ്രേമദമാകും പ്രമദവനം താൻ ശ്യാമള സുന്ദരമിന്നുടെ രാജ്യം, മലയജ സുരഭില മാരുതനേൽക്കും മലയാളം ഹാ മാമകരാജ്യം, ജയ 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 ജനനി, ജനനി മാമക കേരള ധരണി, ജയ 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 ജനനി, ജനനി മാമക കേരള ധരണി, ജനനി മാമക കേരള ധരണി, ജനനി മാമക കേരള ധരണി. സെൻറ് തോമസ് കോളേജിലെ മൾട്ടിപർപ്പസ് ഹാൾ ഉദ്ഘാടന വേദിയിൽ സ്വാഗത പ്രസംഗത്തിനായി പ്രിയപ്പെട്ട കോളേജ് പ്രിൻസിപ്പൽ റെവറൽ ഡോക്ടർ മാർട്ടിൻ KA ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം. കേരള സംസ്ഥാനത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവറുകളെ, നമ്മുടെ കലാലയത്തിൻ്റെ മാനേജറും ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന അഭിനന്ദമാർ ടോണി നീലങ്കാവിൽ പിതാവേ, പ്രിയമുള്ള അസോസിയേറ്റ് പ്രൊഫസർ ഫ്ലർജിനച്ചൻ, റൂസ കോർഡിനേറ്റർ ഡോക്ടർ തോമസ് MT, മറ്റ് വിശിഷ്ടാതിഥികളെ, പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, പ്രിയമുള്ളവരെ, തൃശ്ശൂർ നഗരത്തിൻ്റെ നെറുകയിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ കലാലയത്തിന് ഒരുപാട് അതിൻ്റെ നേട്ടങ്ങളും അഡ്വാൻറ്റേജസും ഉണ്ടെങ്കിലും
ഒരു പ്രധാനപ്പെട്ട പരിമിതി എന്ന് പറയുന്നത് ക്യാമ്പസിൻ്റെ ലഭ്യത കുറവാണ്. അപ്പോൾ ഈ പട്ടണത്തിൻ്റെ നടുക്കായതുകൊണ്ട് ഒരുപാട് ക്യാമ്പസ് നമുക്ക് വലുതാക്കാൻ സാധിക്കാത്ത ഒരു പശ്ചാത്തലമുണ്ട്. എങ്കിൽ പോലും 136 വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയധികം സ്ഥലം നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നു. അന്ന് 136 വർഷം മുമ്പ് ഇതൊക്കെ വലിയ സ്ഥലങ്ങളായിരുന്നു എന്നത് നമുക്ക് അഭിമാനപൂർവ്വം ഓർക്കാം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ കലാലയത്തിൻ്റെ മാനേജ്മെൻറ്റ് നമ്മുടെ ഫർദർ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് 15ഓളം ഏക്കർ സ്ഥലം ചേറൂര് നമുക്ക് നൽകിയത്. അതിനെയാണ് നമ്മൾ സെൻറ്റിനറി ക്യാമ്പസ് എന്ന് വിളിക്കുന്നത്. ആ സെൻറ്റിനറി ക്യാമ്പസിൽ നമുക്ക് ഒരുപാട് മാസ്റ്റർ പ്ലാൻസ് ഉണ്ട്. അതിലാദ്യത്തെ നിർമ്മിതി എന്ന് പറയുന്നത് ആണ് കേരള സർക്കാർ സംയുക്തമായിട്ട് ഫണ്ട് ചെയ്തിട്ടുള്ള റൂസ പദ്ധതിയുടെ മൾട്ടി പർപ്പസ് ഹാൾ എന്ന് പറയുന്നത്. അപ്പോൾ 15 ഏക്കർ വരുന്ന സെൻറ്റിനറി ക്യാമ്പസിലെ ആദ്യത്തെ സംരംഭമായിട്ട് അവിടെ ആദ്യമായിട്ട് തിലകക്കുറിയോടുകൂടി അണിയിച്ചൊരുക്കപ്പെട്ട ഹോളാനെയാണ് മൾട്ടി പർപ്പസ് ഹാൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് നമ്മളിവിടെ നടത്തുന്നത്. കനത്ത മഴയൊക്കെയുള്ള സാഹചര്യത്തിൽ നിങ്ങളെല്ലാവരും കൊണ്ട് 3 കിലോമീറ്റർ അപ്പുറമുള്ള അവിടെ പോകാനുള്ള പ്രയാസം കൊണ്ട് ഇവിടെ സൗകര്യാർത്ഥം ഇവിടെ തന്നെ ഇത് സജ്ജീകരിക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും പങ്കെടുക്കാനുള്ള സൗകര്യം പ്രമാണിച്ചു. അപ്പോൾ അവിടെ സെൻറ്റിനറി ക്യാമ്പസിന് ഭാവിയിൽ ഡെവലപ്പ് ചെയ്ത് വരും. 15 ഏക്കർ സ്ഥലത്ത് ഈ സിറ്റി ക്യാമ്പസ് ഇവിടെ തന്നെ നിൽക്കും. അപ്പോൾ അവിടെ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതിൻ്റെ ആദ്യത്തെ ഈ കർമ്മത്തിലേക്ക് ആദ്യത്തെ ഒരു ഹാൾ അവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്. അതിനാണ് റൂസ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന കർമ്മം കുറച്ച് മുൻപ് ഈ പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടെങ്കിലും പലവിധ കാരണം കൊണ്ട് നമുക്ക് നീണ്ടുപോയി. ഇന്നെങ്കിലും നമുക്കിത് നിർവഹിച്ച് ആ കെട്ടിടം നമുക്ക് ഉപയോഗയുക്തമാക്കണം. ആ ക്യാമ്പസിനകത്ത് നമുക്ക് ഓൾറെഡി ഒരു ഹെർബൽ ഗാർഡൻ പ്രവർത്തിക്കുന്നുണ്ട്. ജൈവ ക്ലബിൻ്റെ പച്ചക്കറി തോട്ടങ്ങളുണ്ട്. നമ്മുടെ NSS കുട്ടികളുടെ ഇടയ്ക്ക് പോയിട്ട് അവിടെ സേവനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പലവിധ കാര്യങ്ങൾക്ക് വേണ്ടി ആ 15 ഏക്കർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആദ്യമായി ലഭിച്ചപ്പോൾ നമ്മൾ നിലമൊരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 15 ഏക്കർ സ്ഥലത്തും നമ്മൾ എള്ള് കൃഷി നടത്തുകയും ഒരു വലിയ വിളവെടുപ്പൊക്കെ നടത്തുകയും ചെയ്തു. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പടിപടിയായുള്ള ഘട്ടം ഘട്ടമായുള്ള ഉയർച്ചയിൽ ആദ്യ പടി എന്ന് വേണം കരുതാൻ ഈ മൾട്ടി പർപ്പസ് ഹാളിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ പശ്ചാത്തലം. ഈ പശ്ചാത്തലത്തിൽ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇങ്ങനെയുള്ള നമ്മളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ കൊണ്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് CSR ഫണ്ടുകളാണ്. ഇപ്പോൾ നമ്മുടെ ഈ ലൈബ്രറി നിർമ്മിച്ചിരിക്കുന്നതിൻ്റെ ഏറിയ പങ്കും CSR ഫണ്ടിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മാനേജ്മെൻറ്റ് ലോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ യാതൊരു രീതിയിലും പൈസ വാങ്ങിക്കാത്തൊരു മാനേജ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായം കൊണ്ട് തന്നെയേ നമുക്ക് ഫർദർ ഡെവലപ്മെൻറ്റ്സ് നടക്കുകയുള്ളൂ. പിന്നെ കുറച്ച് CSR ഫണ്ടുകളും വഴിയാണ്. അപ്പോൾ ആ രീതിയിലാണ് ഈ നമ്മുടെ ഈ ലൈബ്രറി ഇവിടെ നിർമ്മിച്ചിരിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ വായന വാരമാണല്ലോ, നിങ്ങളൊക്കെ അവിടെ സന്ദർശിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രിയമുള്ളവർക്ക് ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാം അധ്യക്ഷനായിരിക്കുന്നത് നമ്മുടെ തന്നെ മാനേജർ അഭിവന്യ മാർട്ടോണി നിലങ്കാവിൽ പിതാവാണ്. 2017 ചാർജ് എടുത്ത നാൾ മുതൽ ഇതിൻ്റെ ഓരോ വികസന പ്രവർത്തനങ്ങളിലും ഇതിൻ്റെ ഫേസ് ലിഫ്റ്റിലും കൃത്യമായ നിർദ്ദേശം നൽകി നമ്മളെ നയിക്കുന്ന അഭിവന്യ മാർട്ടോണി നിലങ്കാവിൽ പിതാവാണ്, മാനേജറാണ് നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ. അദ്ദേഹത്തെ അഭിവന്യ പിതാവിനെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒപ്പം സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ഡോക്ടർ ആർ ബിന്ദു നമ്മുടെ കേരളോർമയിലെ അധ്യാപികയാണെന്ന് നമുക്കറിയാം ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മേയറായിരുന്നു മുൻപ്. ഇപ്പോൾ തൃശ്ശൂരിനെ കൃത്യമായിട്ട് അറിയാവുന്നൊരു മന്ത്രിയാണ് നമുക്കുള്ളത്. ഒപ്പം തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരുപക്ഷെ പ്രീ ഡിഗ്രി വേർപ്പെടുത്തിയതിന് ശേഷം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും വലിയൊരു ചുവടുമാറ്റമാണ് FYUGPയിലേക്കുള്ള ചുവടുമാറ്റം. അത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. കേന്ദ്രത്തിൻ്റെ ഉടനീളം ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് അങ്ങനെ ചുവടുമാറ്റം വളരെ ശ്രദ്ധയോടും സൂക്ഷ്മതയോടും കൂടി ഭദ്രമായിട്ട് നമ്മൾ നന്നായിട്ട് ആലോചിച്ച് പുതിയൊരു റെയിലിലേക്ക് നമ്മുടെ ഈ പാഠ്യപദ്ധതിയെ മുഴുവൻ പറിച്ചു നൽകാനൊരു ഭഗീരഥ യത്നം വളരെ കഷ്ടപ്പെട്ട് വളരെ ശ്രദ്ധ ചെലുത്തി തന്നെ കാര്യമായ കോട്ടങ്ങളില്ലാതെ FYUGPയെ ട്രാക്കിൽ കയറ്റി എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് അവകാശപ്പെടുന്ന അപൂർവങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട നേട്ടമായിട്ട് കരുതുന്നു.
FIUGP പ്രോഗ്രാം അതിന് 2ാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോൾ അത് മാമിൻ്റെ കാലഘട്ടത്തിൽ ചെയ്തൊരു വലിയ നേട്ടമായിട്ട് തന്നെയാണ് നമ്മൾ എണ്ണുന്നത്. ഒപ്പം 3-4 കമ്മിറ്റികളെ വെച്ചുകൊണ്ട് മൊത്തം സർവകലാശാല കാര്യങ്ങൾ ഏകീകരിക്കുന്നതിനൊക്കെ മാം സവിശേഷമായ ശ്രദ്ധ നൽകിയിട്ടുണ്ട്. ഒരു അധ്യാപിക, കലാലയ അധ്യാപിക എന്ന രീതിയിൽ തന്നെ മാമിന് അതിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഫർദർ മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നുണ്ട്. സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ പല പരിപാടികളും പങ്കെടുക്കാൻ മാം ഇവിടെ ഓൾറെഡി നമ്മുടെ കലാലയത്തിൽ വന്നിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ ഒരു പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വലിയ ഒരു ഫംഗ്ഷനിൽ മാം അറ്റൻഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഈ പ്രോഗ്രാം, ഈ മൾട്ടിപർപ്പസ് ഹാൾ ഉദ്ഘാടനം ചെയ്ത് നിർവഹിക്കുന്നത് നമ്മുടെ ഏറ്റവും സ്നേഹനിധിയായിട്ടുള്ള മിനിസ്റ്ററാണ്. മിനിസ്റ്റർ ആർ ബിന്ദുവിനെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ വേദിയിൽ MLA ശ്രീ P. ബാലചന്ദ്രൻ സാർ വരേണ്ടതായിരുന്നു. അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതുകൊണ്ട് എത്താൻ കഴിയില്ലെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. കീനോട്ട് അഡ്രസ്, മുഖ്യപ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ MP ആയിരിക്കുന്ന, അതുപോലെ കേന്ദ്ര സഹമന്ത്രിയായിരിക്കുന്ന ശ്രീ സുരേഷ് ഗോപിയും വരാമെന്ന് ഏറ്റിരുന്നു. അദ്ദേഹവും അസാന്നിധ്യം ഉണ്ട് എങ്കിലും അവർക്ക് 2 പേർക്കും ഒരു സാന്നിധ്യത്തിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഒപ്പം നമ്മുടെ നഗരത്തിൻ്റെ അധിപൻ മേയർ ശ്രീ MK വർഗീസ് സാറും ഇവിടെ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിന് സാന്നിധ്യത്തിലും മേയർ ശ്രീ MK വർഗീസ് സാറ് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഈ പ്രോഗ്രാം മുഴുവൻ കോർഡിനേറ്റ് ചെയ്തത് റൂസ പ്രോജക്റ്റാണെന്ന് ഞാൻ പറഞ്ഞു. റൂസ പ്രോജക്റ്റിൻ്റെ സംസ്ഥാനതല ഡയറക്ടർ ശ്രീ സുധീർ KIAS അവர்களാണ്. അദ്ദേഹം ഡയറക്ടർ ഓഫ് കോളേജിയറ്റ് എഡ്യൂക്കേഷൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹത്തെ നമ്മുടെ സാന്നിധ്യത്തിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഒപ്പം നമ്മുടെ കലാലയത്തിന് വേണ്ടി ഈ റൂസ കാര്യങ്ങളെല്ലാം വളരെ നീണ്ടു നിന്നൊരു പ്രോസസ്സാണ്. 3-4 വർഷങ്ങൾ നീണ്ട ഈ പ്രോസസ്സ് മുഴുവൻ ക്രോഡീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോയത് കലാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് ഡോക്ടർ തോമസ് MT ആണ് റൂസ കോർഡിനേറ്റർ. അദ്ദേഹത്തിന് ഏറ്റവും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഒപ്പം നമ്മുടെ 2 കൗൺസിലേഴ്സാണ്. അതിൽ നമ്മുടെ ഈ കോളേജ് സ്ഥിതി ചെയ്യുന്ന ഭാഗത്തെ കൗൺസിലറായിരിക്കുന്ന ശ്രീമതി റെജി ജോയ്, ഡിവിഷൻ നമ്പർ 12, അതിലാണ് നമ്മുടെ കലാലയം ഇരിക്കുന്നത്. അതിൽ കൗൺസിലർ റെജി ജോയ് മാം ഇനിയിപ്പോൾ അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോകണം. ഒരു പക്ഷേ ഇതൊക്കെ ഒരു ലാസ്റ്റ് ഒരു അവസരമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീമതി റെജി ജോയ് മാമിനെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ നമ്മുടെ ഈ റൂസ ഫണ്ടഡ് ഹാൾ സ്ഥിതി ചെയ്യുന്നത് ചേരൂരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടുത്തെ കൗൺസിലർ ശ്രീമതി രാധിക അശോകൻ മാമാണ്. അവരുടെ ഡിവിഷൻ നമ്പർ 7 അവരോട് എത്തിച്ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവരെയും ഏറ്റവും സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഈ റൂസ ഫണ്ടിൻ്റെ ഹാള് പൂർത്തീകരിച്ചത് നിർമ്മതി കേന്ദ്ര തൃശ്ശൂരാണ്. അതിൻ്റെ ഡയറക്ടർ പ്രോജക്റ്റ് കോർഡിനേറ്റർ മിസ്സിസ് ഷീജ ഫ്രാൻസിസിനെ, അതിന് സഹകരിച്ച മിസ് ലത എന്നിവരെയും പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുന്നു. PTA വൈസ് പ്രസിഡൻറ്റ് ഡോക്ടർ ബിജു തോമസിന് പ്രത്യേകം സ്വാഗതം നേരുന്നു. അതുപോലെ എല്ലാ വൈസ് പ്രിൻസിപ്പൽസ്, ഡീൻസ്, HODs, ടീച്ചിങ് നോൺ ടീച്ചിങ് സ്റ്റാഫ് അംഗങ്ങൾ, പിന്നെ മാധ്യമപ്രവർത്തകർ. ഇവിടെ നിങ്ങൾക്ക് ഈ ഹാൾ ഉപയുക്തമാകുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. പലവിധ ആവശ്യങ്ങൾക്കായിട്ട് നമ്മളവിടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ബസ്സിട്ട് അവിടെ പോയി വരികയൊക്കെ ചെയ്യുന്നുണ്ട്. കുട്ടികളായി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നമ്മുടെ സെൻറ്റിനറി ക്യാമ്പസിലെ ഈ ഹാൾ, മൾട്ടിപർപ്പസ് ഹാൾ, പലവിധ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയുക്തമാക്കാൻ സാധിക്കും. നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇനി ആ മൾട്ടിപർപ്പസ് ക്യാമ്പസ് ഹാൾ നിൽക്കുന്ന ആ പ്രദേശം വലിയൊരു സെൻറ്റിനറി ക്യാമ്പസായിട്ട് ഡെവലപ്പ് ചെയ്യട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന എല്ലാവരെയും നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട്, ഞാൻ ആരെയും വിട്ടുപോകണമെങ്കിൽ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വേദിയുടെ അധ്യക്ഷൻ തൃശൂർ അതിരൂപത മെത്രാനും കോളേജ് മാനേജറുമായ മാർട്ടോണി നീലങ്കാവിൽ പിതാവ് ഇവിടെ സന്നിഹിതനാണ്. അദ്ദേഹത്തെ ഏറെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, സാമൂഹ്യക്ഷേമ വകുപ്പുകളുടെ മേധാവിയായ ഓണറബിൾ മിനിസ്റ്റർ ഡോക്ടർ ആർ ബിന്ദു, നമ്മുടെ കോളേജിൻ്റെ പ്രിൻസിപ്പൽ റവറൻഡ് ഡോക്ടർ മാർട്ടിൻ KA, ഇവിടെ സന്നിഹിതനായിരിക്കുന്ന റൂസ കോർഡിനേറ്റർ ഡോക്ടർ തോമസ് MT, നമുക്കേറെ പ്രിയങ്കരനായ അസോസിയേറ്റ് ബർസാർ ഡോക്ടർ ഫാദർ ഫ്ലർജിൻ ആൻ്റണി, നമ്മുടെ
ജനപ്രതിനിധികളുടെ പ്രതിനിധിയായി തൃശ്ശൂർ കോർപ്പറേഷൻ 12ാം ഡിവിഷൻ്റെ കൗൺസിലർ ശ്രീമതി റെജി ജോയ്, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, വളരെയേറെ സന്തോഷമുള്ള ഒരു കർമ്മത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ദീർഘനാളായി നമ്മുടെ ഒരു വലിയ ഒരു പദ്ധതി ഇന്നിവിടെ പൂർത്തിയാകുകയാണ്. അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ തന്നെ നമുക്ക് ലഭിച്ചതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇവിടെ പ്രിൻസിപ്പൽ എല്ലാ കാര്യങ്ങളും സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ ഈ കോളേജ് 136 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആരംഭിക്കുമ്പോൾ ഇതൊരു വിശാലമായ ക്യാമ്പസായിരുന്നു. എന്നാൽ ഇന്ന് ഇത് വളർന്ന് ഈ ക്യാമ്പസിൽ ഒതുങ്ങാത്ത ഒന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാനേജ്മെൻറ്റ് നമുക്ക് വേണ്ടി നല്ല ഒരു സ്ഥലം ചേറൂർ ഒരുക്കിയിട്ടുണ്ട്. ഇനി അത് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെയും നമ്മുടെ ഇവിടുത്തെ ഈ കലാലയത്തെ ഇനി മുന്നോട്ട് സ്വപ്നം കാണുന്നതിനനുസരിച്ചായിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും അങ്ങനെ ഒരു തുറന്ന ഒരു ചർച്ചയിലേക്കും ചിന്തയിലേക്കും ഞാൻ ക്ഷണിക്കുകയാണ്. പുതിയ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾക്കനുസരിച്ചുള്ള മികവുറ്റ കോഴ്സുകൾ നമ്മുടെ ഈ കലാലയത്തിൽ നിന്ന് ആരംഭിക്കാൻ കുറേയൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ പുതിയ ഈ FUI UGPയുടെയും നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെയൊക്കെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ അത്തരത്തിലുള്ള ഇനീഷ്യേറ്റീവ്സ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, നമ്മുടെ ചില കോഴ്സുകൾ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് തുടങ്ങിയിട്ടുള്ളത് സെൻറ്റ് തോമസ് കോളേജാണ്. ക്രിമിനോളജി പോലെയുള്ള കോഴ്സുകൾ ഈ അടുത്ത കാലത്ത് കേരളത്തിന് പുറത്ത് ഒരു സെമസ്റ്ററിന് 3 ലക്ഷവും 4 ലക്ഷവും ഒക്കെ കൊടുത്ത് പഠിക്കുന്നത് ഏതാനും ആയിരങ്ങൾ കൊണ്ട് പഠിക്കാവുന്ന ഒരു അന്തരീക്ഷം നമുക്കിവിടെ സംജാതമാക്കുവാനായിട്ട് സാധിച്ചു. സെൻറ്റ് തോമസ് കോളേജ് എന്നും സാധാരണക്കാർക്കും കൂടെ പ്രാപ്യമായിട്ടുള്ളൊരു കോളേജാണ് എന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അഡ്മിഷനോ അപ്പോയിൻമെൻറ്റിനോ ഒന്നും അങ്ങനെ ക്യാപിറ്റേഷൻ ഫീ വാങ്ങാത്ത ഒരു കോളേജ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ജാതിമത ഭേദമന്യേ എല്ലാവർക്കും സംലഭ്യമായിട്ടുള്ളൊരു കോളേജ് എന്ന നിലയിൽ ഈ കോളേജ് നിലനിൽക്കേണ്ടതും ഇത് വളരേണ്ടതും ഇത് ഇനി നമ്മുടെ വിദ്യാഭ്യാസ നയം ആഗ്രഹിക്കുന്നത് പോലെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ തലത്തിലേക്ക് വളരേണ്ടത് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ കൂടെ ഒരു ആവശ്യമാണ് എന്ന് നമുക്കെല്ലാവർക്കും ഓർത്തെടുക്കാം. അതിനുള്ള കൂട്ടായിട്ടുള്ള പരിശ്രമങ്ങൾ, പ്രത്യേകിച്ചും അതിന് അനുയോജ്യമായിട്ടുള്ള അക്കാദമിക നിലവാരത്തിലേക്ക് ഉയരാൻ എല്ലാവരും ഒരുമിച്ച് പരിശ്രമിക്കുമെന്ന് ഉറപ്പാണ്. അത് നമ്മളിങ്ങനെ സാമ്പത്തികമായിട്ടിങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളോടെ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടിയ വലിയൊരു ആശ്വാസമാണ് ഈ റൂസ ഫണ്ട്. അത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും സംയോജിച്ചുള്ള ഒരു പദ്ധതിയിലൂടെ സാമ്പത്തിക സഹായത്തിലൂടെ നമുക്ക് ലഭ്യമായിട്ടുള്ളതാണ്. അതിന് ഞാൻ പ്രത്യേകം ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ട് നമ്മുടെ മുമ്പിലുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് പ്രത്യേകമായിട്ട് മാനേജർ എന്ന നിലയിൽ ഞങ്ങൾക്ക് നൽകിയ ആശ്വാസത്തെ നന്ദിയോടുകൂടെ ഓർക്കുന്നു, നന്ദി പറയുന്നു. നമുക്ക് ഇതുപോലെയുള്ള ഒത്തിരി പൊതുസമൂഹത്തിൻ്റെ സഹായവും ഈ റൂസ ഫണ്ടിൻ്റെ ഒപ്പം നമുക്ക് ലഭിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഹോള് പൂർത്തിയാക്കാൻ സാധിച്ചത്. നമ്മളൊത്തിരി CSR ഫണ്ടുകൾക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്നവരുടെയൊക്കെ പേരൻസൊക്കെ വർക്ക് ചെയ്യുന്ന കമ്പനികളിൽ നിന്നൊക്കെ അങ്ങനെ CSR ഫണ്ടുകൾ നമ്മുടെ കോളേജിൻ്റെ വ്യത്യസ്തമായ പ്രോജക്റ്റുകളിലേക്ക് എത്തിക്കുവാനായിട്ട് നിങ്ങളും പരിശ്രമിക്കണം. ഈ ഒരു ഹോള് ഇവിടെ വരുമ്പോൾ ഇതൊരു മൾട്ടി പർപ്പസ് ഹോളാണ് എന്ന് പറയുകയുണ്ടായി. നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹയർ എഡ്യൂക്കേഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് ഗവൺമെൻറ്റുകളും വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ വിദഗ്ധരെല്ലാവരും തന്നെ ആ തലത്തിലേക്ക് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഈ ഹോൾ
നമുക്ക് നമ്മുടെ ഹോളിസ്റ്റിക് എഡ്യൂക്കേഷനിലേക്ക്, ക്ലാസ് മുറിക്ക് അപ്പുറത്തുള്ള എഡ്യൂക്കേഷൻ, പ്രത്യേകിച്ചും നമ്മുടെ സ്കിൽ ഡെവലപ്മെൻറ്റ്, പേഴ്സണാലിറ്റി, ഇൻ്റർവ്യൂ, അതുപോലെയുള്ള മറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസിനെയൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് നമ്മെ പ്രാപ്തരാക്കുന്നതിനുള്ള ഒരു സെൻറ്റർ ആയിട്ട് മാറണമെന്നുള്ളൊരാഗ്രഹം ഇവിടെ നിന്ന് തന്നെ, കോളേജിൽ നിന്ന് തന്നെ വരികയുണ്ടായി. നമ്മുടെ സുനിൽ സാറും ആ നേതൃത്വത്തിലുള്ള നമ്മുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററിൻ്റെ ഒരു പദ്ധതി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ആദ്യ പടിയായിട്ട് ഈ ഹാള് മാറുകയും ഇനി ഇതിനോട് ചേർന്ന് നമുക്ക് മാത്രമല്ല കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ എല്ലാവർക്കും സഹായകരമായിട്ടുള്ള അത്തരത്തിലുള്ള ട്രെയിനിങ്, എൻഹാൻസ്മെൻറ്റ് തുടങ്ങിയ വിവിധ തലങ്ങളിലുള്ള പ്രോഗ്രാമുകൾ നമുക്ക് ഈ സ്ഥലത്ത് ആസൂത്രണം ചെയ്യാൻ സാധിക്കട്ടെ. ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ നമ്മൾ ആരംഭിച്ചിരിക്കുന്ന ഈ ഹാൾ അതിൻ്റെ ഒരു തുടക്കമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ സന്നിഹിതയായിരിക്കുന്ന മിനിസ്റ്റർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മൾട്ടിപർപ്പസ് ഹാൾ ഉദ്ഘാടന വേദിയിൽ ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കുന്നതിനായി കേരള സർക്കാർ ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക വകുപ്പ് മന്ത്രി ശ്രീമതി ആർ ബിന്ദു അവർകളെ ഏറെ ബഹുമാനപൂർവ്വം സെൻറ് തോമസ് കോളേജിൻ്റെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യോഗാധ്യക്ഷൻ, സെൻറ് തോമസ് കോളേജിൻ്റെ ബഹുമാന്യനായ മാനേജർ മാർ ടോണി നീലങ്കാവിൽ, സ്വാഗതം ആശംസിച്ച കോളേജിൻ്റെ ബഹുമാന്യനായ പ്രിൻസിപ്പൽ ഡോക്ടർ ഫാദർ മാർട്ടിൻ കെ എ, വേദിയിൽ സന്നിഹിതയായിട്ടുള്ള ബഹുമാന്യയായ ഡിവിഷൻ കൗൺസിലർ ശ്രീമതി റെജി ജോയ്, റൂസ കോർഡിനേറ്റർ ബഹുമാന്യനായ ഡോക്ടർ തോമസ് എം ടി, അസോസിയേറ്റ് ബർസർ ബഹുമാന്യനായ ഡോക്ടർ ഫാദർ ഫ്ലർജിൻ ആൻ്റണി, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള വൈദിക ശ്രേഷ്ഠരെ, അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, ഈ കോളേജിൻ്റെ അഭ്യുദയകാംക്ഷികളായ മറ്റ് ബഹുമാന്യരെ, പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, സുഹൃത്തുക്കളെ, 1889 സ്ഥാപിതമായി 136 വർഷങ്ങളുടെ മഹിതമായ ചരിത്രവും പാരമ്പര്യവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിരവധി തലമുറകൾക്ക് അറിവിൻ്റെയും അക്ഷരത്തിൻ്റെയും വെളിച്ചം പകർന്നു കൊടുത്ത സെൻറ് തോമസ് കോളേജിൻ്റെ വികസന വഴികളിൽ നൂതനമായ ഒരധ്യായം കൂടി തുറക്കുന്ന ഈ അവസരത്തിൽ ഇവിടെ വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായിട്ട് രേഖപ്പെടുത്തുകയാണ്. ഈ കലാലയത്തിന് വളരെ അനുഗ്രഹീതമായ ചരിത്രവും പാരമ്പര്യവുമാണുള്ളത്. ഐക്യ കേരള പിറവിക്ക് ശേഷം ആദ്യം അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിനെ നയിച്ച ആധുനിക കേരളത്തിൻ്റെ ശില്പി എന്ന് നിസ്സംശയം വിശേഷിപ്പിക്കാവുന്ന EMSൻ്റെ കലാലയമാണ് ഇത്. പിന്നീട് മുഖ്യമന്ത്രിയായ അച്യുത മേനോനും ഇവിടെയാണ് പഠിച്ചിട്ടുള്ളത്. അതുപോലെ നിരവധി കർമ്മ മേഖലകളിൽ തിളക്കമാർന്ന വ്യക്തിത്വങ്ങളായി പ്രശോഭിച്ച ഒട്ടേറെ പേർ ഈ കലാലയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. ആദ്യ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മാഷ് ഒരിക്കലും കേരള ചരിത്രത്തിൽ മറക്കാൻ കഴിയാത്ത വ്യക്തിത്വമാണ്. പ്രിയപ്പെട്ട CJ, അധ്യാപകരെന്ന നിലയിൽ ഈ വിദ്യാലയത്തിന് ശ്ലാഘനീയമായ സംഭാവനകൾ ചെയ്ത ഒട്ടേറെ പേർ ഈ സ്ഥാപനത്തെ രൂപീകരിച്ചെടുക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. അത്തരമൊരു കലാലയത്തിൽ പഠിക്കാൻ സാധിച്ചവർ എന്ന നിലയിൽ തങ്ങളുടെ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം ഗൗരവപൂർണ്ണം കണ്ട് തങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ചുമതല നന്നായി നിർവഹിക്കാൻ നമ്മുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് സാധിക്കട്ടെ എന്നാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. നവകേരള സൃഷ്ടിയുടെ ഭാഗമായി കേരളത്തെ ഒരു നവവൈജ്ഞാനിക സമൂഹമാക്കി മാറ്റിയെടുക്കുക
എന്ന ദൃഢപ്രതിജ്ഞയോട് കൂടിയിട്ടാണ് സർക്കാരും സമൂഹവും ഈ സന്ദർഭത്തിൽ മുന്നോട്ട് പോകുന്നത്. ആ ഉദ്യമത്തിൽ പതാകവാഹകരായി മുന്നിൽ നടക്കേണ്ടുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒന്നാമത് പരിഗണനയാണ് രണ്ടാം പിണറായി സർക്കാർ നൽകുന്നത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണപരമായ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചു. അതിൻ്റെ സ്വാഭാവിക തുടർച്ച എന്ന നിലയിൽ കൂടിയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഈ സർക്കാർ ഒന്നാമത്തെ പരിഗണന നൽകുന്നത്. കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയ്ക്ക് 4000 കോടി രൂപയാണ് കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചത്. പ്രിയപ്പെട്ട കുട്ടികളെ, പെർ ഹെഡ് ഏറ്റവും കൂടുതൽ തുക ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കായി നീക്കിവെച്ച സംസ്ഥാനം കേരളമാണ് എന്ന് നീതി ആയോഗിൻ്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതെല്ലാം നമ്മുടെ യുവതലമുറയ്ക്ക് വേണ്ടിയാണ്. നാളത്തെ നവകേരളത്തെ മുന്നിൽ നിന്ന് നയിക്കാൻ കെൽപ്പുള്ളവരായി നിങ്ങൾ ഉയർന്നു വരുന്നതിന് വേണ്ടിയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒന്നാമത് പരിഗണന നൽകുന്നത്. ഇന്നിപ്പോൾ 6000 കോടി രൂപ കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയ്ക്ക് വിന്യസിച്ചുകൊണ്ട് ഏറ്റവും മികച്ച സ്മാർട്ട് ക്ലാസ് റൂമുകളുള്ള അക്കാഡമിക് കോംപ്ലക്സുകളും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകളും സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സൗകര്യങ്ങളുള്ള ലാബ് കോംപ്ലക്സുകളും മോഡേണൈസ്ഡ് ലൈബ്രറികളുമെല്ലാം നമ്മുടെ കലാലയങ്ങളിലും സർവകലാശാലകളിലും തയ്യാറായിട്ടുണ്ട്. റൂസ പദ്ധതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ചേർന്ന് നടത്തുന്ന ഒരു പദ്ധതിയാണ്. 532 കോടി രൂപയുടെ 116 പദ്ധതികളാണ് സംസ്ഥാനത്ത് ഇതിൻ്റെ ഭാഗമായി നടപ്പാക്കിയിട്ടുള്ളത്. കിഫ്ബി പദ്ധതി സമ്പൂർണ്ണമായും കേരളത്തിൻ്റെ പദ്ധതിയാണ്. 1500 കോടി രൂപയോളം തുക നമ്മുടെ കലാലയങ്ങളിലും സർവകലാശാലകളിലും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് കിഫ്ബിയിലൂടെ അനുവദിക്കുകയുണ്ടായി. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ ഫണ്ട് വിഹിതം ഉപയോഗിച്ചുകൊണ്ടും അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിന് 1000 കോടി രൂപയിൽ പരം തുക ഈ സർക്കാരിൻ്റെ കാലത്ത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള മാറ്റങ്ങൾ അടിസ്ഥാന സൗകര്യ വിപുലീകരണ രംഗത്തുണ്ടാകുമ്പോൾ തന്നെ ഉള്ളടക്കത്തിലും മാറ്റം ഉണ്ടാകണമെന്ന് കണ്ടുകൊണ്ടാണ് ചരിത്രത്തിലാദ്യമായി കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കിയത്. ഈ പുതിയ കരിക്കുലം 21ാം നൂറ്റാണ്ടിലെ ഉത്തരാധുനിക ലോകമുയർത്തുന്ന വെല്ലുവിളികളെ ആത്മവിശ്വാസത്തോടെ അഭിസംബോധന ചെയ്യാൻ നമ്മുടെ വിദ്യാർത്ഥികളെ ഒരുക്കുവാൻ പാകത്തിൽ സജ്ജമാണ് എന്നുള്ളത് ഏറെ അഭിമാനകരമാണ് എന്ന് സന്തോഷപൂർവ്വം സൂചിപ്പിക്കട്ടെ. എനിക്ക് മുൻപ് സംസാരിച്ചവരെല്ലാം തന്നെ പുതിയ 4 ഇയർ UG പ്രോഗ്രാമിനെ കുറിച്ച് സൂചിപ്പിച്ചു. അത് കേവലം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒരു പ്രായോഗിക ആവിഷ്കാരം മാത്രമല്ല, കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യങ്ങളും നമ്മൾ എക്കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ശാസ്ത്രീയ അവബോധവുമെല്ലാം മുൻനിർത്തി നമ്മുടേതായിട്ടുള്ള വേർഷനായിട്ട് തന്നെയാണ് പുതിയ കരിക്കുലം ഫ്രെയിംവർക്ക് നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി വിദ്യാർത്ഥി കേന്ദ്രിതമായ കാഴ്ചപ്പാടാണ് ഉയർത്തിപ്പിടിക്കുന്നത്. യാതൊരു തട്ടും തടവുമില്ലാതെ വിദ്യാർത്ഥികളുടെ മൗലികമായ കഴിവുകളും സർഗശേഷിയും വികസിക്കാനുതകുന്ന വിധത്തിൽ അവരുടെ മുൻകൈ ഉറപ്പാക്കുന്ന സംവാദാത്മകമായ അന്തരീക്ഷം ക്ലാസ് മുറിക്കകത്തും പുറത്തുമുള്ള പഠനത്തിൽ ഉറപ്പാക്കുക എന്നുള്ളതാണ് കേന്ദ്ര ലക്ഷ്യം. അത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ പരാമർശിച്ചിട്ടുള്ള കാര്യമല്ല, അത് കേരളത്തിൻ്റെ കാഴ്ചപ്പാടാണ്. വിദ്യാർത്ഥികളുടെ സർഗാത്മകത, മൗലികമായിട്ടുള്ള കഴിവുകൾ സ്വതന്ത്രമായി വികസിക്കുന്നതിനുള്ള സാധ്യതകൾ ഉണ്ടാക്കുമാറ് എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന്, പ്രവൃത്യുന്മുഖ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് സംവാദാത്മകമായ പഠനാന്തരീക്ഷം ഉറപ്പാക്കുക എന്നുള്ളത്. ഡയലോജിക്കാകണം, ക്ലാസ് മുറിക്കകത്തും പുറത്തും പഠനം എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. അതുപോലെ അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ എന്ന പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന വിടവ്
അത് സ്കിൽ ഗ്യാപ്പാണ് എന്ന് കൊണ്ട് സ്കിൽ ഡെവലപ്മെൻറ്റിന് അഥവാ നൈപുണ്യ വികസനത്തിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഇന്നിപ്പോൾ കേരളത്തിലെ എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് കരിയർ പ്ലാനിംഗ് സെൽസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അഭിമാനകരമായ കാര്യമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക് സയൻസും തുടങ്ങി അതിസാധാരണമായ സ്കില്ലുകൾ പോലും കുട്ടികൾക്ക് പകർന്നു നൽകാൻ പാകത്തിൽ 150ഓളം സ്കിൽ കോഴ്സുകൾ കുട്ടികൾക്ക് നൽകാൻ പാകത്തിൽ ആണ് അസാപ്പ് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം കേരള ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഭിമാന സ്ഥാപനം സജ്ജമായിട്ടുള്ളത്. അതുപോലെ നിരവധി സ്കിൽ എൻഹാൻസ്മെൻറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന നിരവധി ഏജൻസികൾ ഇന്ന് നമ്മുടെ സംസ്ഥാനത്തുണ്ട്. അസാപ്പ്, കെയ്സ്, ICT അക്കാഡമി, IHRD ഈ നിരവധി സ്ഥാപനങ്ങളെ ഇതിനകം എംപാനൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട കുട്ടികൾക്ക് തങ്ങളുടെ കഴിവുകളെ പ്രായോഗികമായിട്ട് ആവിഷ്കരിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഈ സ്കിൽ പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുക. അതുപോലെ നൂതനമായൊരാശയം മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക്, കുട്ടികൾ എന്നെ കേൾക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. നൂതനാശയം മുന്നോട്ട് വയ്ക്കുന്ന, ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കുട്ടിക്ക് 5 ലക്ഷം രൂപ മുതൽ 25 ലക്ഷം രൂപ വരെ ധനസഹായം സർക്കാർ നൽകും. അതിനു വേണ്ടുന്ന മെൻറ്ററിങ്, ഗൈഡൻസ്, സപ്പോർട്ട് എല്ലാം കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നൽകും. നൂതനാശയങ്ങൾ, ഇന്നോവേറ്റീവ് ഐഡിയാസ്, കുട്ടികളുടെ ഫ്രഷായിട്ടുള്ള മസ്തിഷ്കങ്ങളിൽ വിരിയുന്ന സമൂഹത്തിൻ്റെ പ്രശ്ന പരിഹാരത്തിനുള്ള നിർദ്ദേശങ്ങൾ ഉൾച്ചേരുന്ന നൂതനാശയങ്ങൾ അടവച്ച് വിരിയിച്ച് ചിറകു കൊടുത്ത് ആകാശങ്ങളിലേക്ക് പറത്തിവിടുന്നതിനാണ് ഇൻക്യുബേഷൻ സെൻറ്റേഴ്സ്. ഒരു ഇന്നൊവേഷൻ ഇൻക്യുബേഷൻ സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് ഈ സന്ദർഭത്തിൽ നാം വളരെ ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ മാത്രം ഇപ്പോൾ 500-ൽ പരം ടെക്നോ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് ഉണ്ട് എന്നുള്ളത് അഭിമാനകരമായൊരു കാര്യമാണ് എന്ന് കരുതുന്നു. കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനും തൊഴിലുമായി പരിചയപ്പെടാനും തൊഴിൽ ആഭിമുഖ്യം വളർത്താനും സംരംഭകത്വ താൽപ്പര്യങ്ങൾ വളർത്താനും ഒക്കെ ഈ സ്കിൽ എൻഹാൻസ്മെൻറ്റ് പരിശ്രമങ്ങൾ സഹായകരമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ കരിക്കുലം ഫ്രെയിംവർക്ക് ദ്വിമുഖമായൊരു സമീപനമാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഒരു വശത്ത് തൊഴിലിനെ പ്രോത്സാഹിപ്പിക്കുക, തൊഴിലവസരങ്ങളിലേക്ക് പോകാനുള്ള പരിശീലനം നൽകുക, അതോടൊപ്പം തന്നെ മറുവശത്ത് ഗവേഷണോന്മുഖമായ പ്രവർത്തനങ്ങൾ പ്രാരംഭഘട്ടത്തിലെ ഡിഗ്രി തലത്തിലെ ഏറ്റെടുക്കാൻ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുക. ഗവേഷണോന്മുഖമായ പ്രവർത്തനങ്ങളിലൂടെ നാടിനാവശ്യമായ സാങ്കേതിക വിദ്യയും ജനങ്ങൾക്കാവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഒക്കെ വികസിപ്പിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകുക. പുത്തൻ അറിവുകളുടെ സൃഷ്ടാക്കളായി മാറാൻ അവരെ സഹായിക്കുക. വെറുതെ ആരെങ്കിലും ഒരു വശത്തു നിന്ന് പറഞ്ഞു തരുന്ന, അധ്യാപകർ മോണോലോഗിൻ്റെ രൂപത്തിൽ നൽകുന്ന ഇൻഫർമേഷൻ പാസീവ് റെസിപ്പിയൻസായിട്ട് സ്വീകരിക്കുക എന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നാടിനു വേണ്ടുന്ന പുത്തൻ അറിവുകൾ സൃഷ്ടിക്കുന്ന ജ്ഞാനോൽപാദകരായിട്ട് വിദ്യാർത്ഥികളെ രൂപപ്പെടുത്താനാണ് നാം ഉദ്ദേശിക്കുന്നത്. ആ പ്രക്രിയയാണ് നമ്മുടെ ക്യാമ്പസുകളിൽ നടക്കേണ്ടത്. ഞാനിത് എന്തിനാണ് ഇവിടെ ഇപ്പോൾ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, അത് ക്യാമ്പസ് സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന വേളയിലാണ് പറയേണ്ടത് എന്നുള്ളത് കൊണ്ടാണ്. തീർച്ചയായും അത്തരത്തിലുള്ള സർഗാത്മകമായ പരിവർത്തനം നമ്മുടെ ക്യാമ്പസുകളിൽ ഉറപ്പാക്കാനുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അധ്യാപകർക്കാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകാൻ വഴിയില്ല. ഫെസിലിറ്റേറ്റർമാരായി, ഉത്തമ ചങ്ങാതിമാരായി കുട്ടികളുടെ കൂടെ നിന്ന് അവരുടെ കഴിവുകളെ, അവരുടെ അന്വേഷണാത്മകതയെ, അവരുടെ ജിജ്ഞാസയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ അധ്യാപക സമൂഹം ചെയ്യേണ്ടത്. വിദ്യാർത്ഥിയുടെ ജിജ്ഞാസയാണ് അറിവന്വേഷണത്തിൻ്റെ ഉത്തോലകമാകേണ്ടത്. ആ ഒരു പ്രവർത്തനം ഇന്ന് കേരളത്തിലെ ക്യാമ്പസുകൾ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നുള്ളത് വളരെ എവിഡൻ്റാണ്. കാരണം കുട്ടികളുടെ ഗവേഷണോത്മക പ്രവർത്തനങ്ങളുടെ വലിയ ഒരു നിര തന്നെ നമ്മുടെ മുൻപിൽ ഇന്നുണ്ട്. ഒരുപാട് പ്രയോജനപ്രദമായ ഉൽപ്പന്നങ്ങൾ
ഇന്ന് നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് ഗവേഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടാകുന്നുണ്ട്. മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള റോബോട്ടുകൾ മുതൽ ചിരട്ടയിൽ നിന്ന് നിർമ്മിച്ച സൂപ്പർ കപ്പാസിറ്റർ വരെ കേരളത്തിലെ ക്യാമ്പസുകൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനം പകരുന്ന കാര്യമാണ്. ഇനി ഉടനെ തന്നെ ഇപ്പം തന്നെ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകളും ആരംഭിക്കുകയാണ്. വളരെ സജീവതയോടുകൂടി തന്നെ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് എന്നുള്ള നിലയിൽ റിസർച്ച് ആക്ടിവിറ്റീസിൻ്റെ ഗുണാത്മകത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചില സ്ഥാപനങ്ങളും കേരളത്തിൽ ആരംഭിക്കുകയാണ്. 7ഓളം സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാൻ വെറുതെ സൂചിപ്പിച്ചു പോകുകയാണ്. അധ്യാപകർക്കും ഗവേഷകർക്കും ഒക്കെ ഉപയുക്തമാകുന്ന രീതിയിൽ വിദ്യാർത്ഥികൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് ആണ്. സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ ടീച്ചിങ് ലേണിംഗ് ആൻഡ് ട്രെയിനിങ് എന്നുള്ളത് ഏവർക്കും എല്ലാ വിഭാഗത്തിനും പരിശീലനം നടത്തുന്നതിനുള്ള കേന്ദ്രങ്ങളാണ്. നിരന്തര പരിശീലനത്തിലൂടെയാണ് അധ്യാപകർക്കൊക്കെ അവരെ തന്നെ തിളക്കിയെടുക്കാൻ സാധിക്കുക. അതിന് പ്രയോജനപ്പെടുന്ന ഈ കേന്ദ്രം ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലാണ് പ്രവർത്തിക്കുക. മറ്റൊന്ന് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ. അത് മഹാത്മാഗാന്ധി സർവകലാശാലയിലാണ് ആരംഭിച്ചിട്ടുള്ളത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അഭൂതപൂർവമായ കുതിച്ചുചാട്ടത്തിന് ലോകം സാക്ഷ്യം വഹിക്കുമ്പോൾ സയൻസിൻ്റെയും ടെക്നോളജിയുടെയും സാധ്യതകൾ ഇന്നൊവേറ്റീവ് ഐഡിയാസിൻ്റെ രൂപത്തിൽ ഉയർന്നു വരുമ്പോൾ അതിനെ മാർക്കറ്റുമായിട്ട് ലിങ്ക് ചെയ്യാൻ കൂടി സഹായകരമായ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ എന്ന റിസർച്ച് പാർക്ക് ആരംഭിച്ചിട്ടുള്ളത്. കേരളത്തിൽ എവിടെയും ഗവേഷണം ചെയ്യുന്നവർക്ക് അവിടെ ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് മാനവിക വിഷയങ്ങളും ഭാഷാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആഴത്തിൽ പഠിക്കാൻ തൽപരരായവർക്ക് പോയി ചെന്നിരുന്ന് റെഫർ ചെയ്ത് ഉപയോഗിക്കാവുന്ന കേന്ദ്രമാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ്. മൂന്നാറിലാണ് അത് സ്ഥാപിക്കുക. കേരള നെറ്റ്വർക്ക് ഫോർ റിസർച്ച് സപ്പോർട്ട് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. അത് ദേശീയവും അന്തർദേശീയവുമായ തലങ്ങളിൽ നിന്ന് ലഭിക്കാവുന്ന ഫെല്ലോഷിപ്പുകളെക്കുറിച്ചുള്ള അറിവ് നൽകുന്നതിനും ഗവേഷണത്തിനു വേണ്ടുന്ന ഉപകരണങ്ങൾ പങ്കുവയ്ക്കുന്നതിനും ഗവേഷണ പ്രവർത്തനങ്ങളിലൂടെ കണ്ടെത്തുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതിനുമൊക്കെ പ്രവർത്തിക്കുന്ന നെറ്റ്വർക്കാണ്. സെൻറ്റർ ഫോർ ഇൻഡിജിനസ് പീപ്പിൾസ് എഡ്യൂക്കേഷൻ ആദിവാസികളുടെ അറിവുകൾ റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നതിനും ആ വിഭാഗത്തിൽ നിന്നുള്ളവരുടെ വിദ്യാഭ്യാസ ഉന്നമനം ഉറപ്പാക്കുന്നതിനുമുള്ള കേന്ദ്രമാണ്. ദ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ജെൻഡർ ഈക്വാലിറ്റി എന്നുള്ളത് ലിംഗവിവേചനം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി അക്കാദമിക മേഖലയിലും സമൂഹത്തിലും പ്രവർത്തിക്കാനുള്ള കേന്ദ്രമാണ്. കേരള ലാംഗ്വേജ് നെറ്റ്വർക്ക് ഭാഷ, സാഹിത്യം ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ഏജൻസികളെയാകെ ഒരു കുടക്കീഴിലാക്കി വിവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വിദേശ ഭാഷാ പഠനവും ഒക്കെ സാധിക്കാവുന്ന നിലയിലുള്ള ഉപകേന്ദ്രങ്ങൾ ഉൾക്കൊള്ളുന്ന നെറ്റ്വർക്ക് സംവിധാനമാണ്. ഞാനിത് നിങ്ങളുടെ അറിവിലേക്കായി പറഞ്ഞു എന്ന് മാത്രം. ഭാവിയിൽ പ്രയോജനപ്പെടുത്താവുന്ന ഒട്ടേറെ സംവിധാനങ്ങളാണ് ഉയർന്നു വരുന്നത് കേരളത്തിൽ ഇന്ന് എന്ന് പറയാൻ വേണ്ടി മാത്രം. തീർച്ചയായും നമ്മുടെ കുട്ടികളെ ഇന്നത്തെ ഗ്ലോബലൈസേഷൻ്റെ അന്തരീക്ഷത്തിൽ മത്സരാധിഷ്ഠിതമായ ലോകത്ത് അടിപതറാതെ നിന്ന് മുന്നേറുന്നതിനു വേണ്ടി എല്ലാവിധത്തിലുള്ള പ്രോത്സാഹനവും നൽകാനുള്ള നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 3 വർഷങ്ങളിലും സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നിൽ നിൽക്കുന്ന എന്നാൽ ഏറ്റവും മെറിറ്റുള്ള 1000 വിദ്യാർത്ഥികൾക്ക് 1 ലക്ഷം രൂപ വീതം സ്കോളർഷിപ്പ് മുഖ്യമന്ത്രിയുടെ പ്രതിഭാ പുരസ്കാരം എന്ന നിലയിൽ നൽകുകയുണ്ടായി. സെൻറ് തോമസ് കോളേജിലും കുറേ കുട്ടികൾക്ക് അത് കിട്ടിക്കാണും എന്നാണ് ഞാൻ കരുതുന്നത്. ഇല്ലേ, കിട്ടിയിട്ടില്ലേ? അതുപോലെ നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോഷിപ്പ് രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഫെല്ലോഷിപ്പാണ്. ഒരു മാസം 1 ലക്ഷം രൂപ വരെ ലഭിക്കാവുന്ന ഫെല്ലോഷിപ്പ് കേരളത്തിൻ്റെ അടിസ്ഥാന മേഖലകളിലുള്ള പ്രശ്ന പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിന് വേണ്ടി യുവ ഗവേഷകർക്ക് നൽകി വരുന്ന ഫെല്ലോഷിപ്പാണ്. അപ്പോൾ രാജ്യത്ത് ഏറ്റവും ഉയർന്ന സ്കോളർഷിപ്പും ഫെല്ലോഷിപ്പും കൈരളി പുരസ്കാരങ്ങളും ഒക്കെ നൽകി
ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അറിവന്വേഷണങ്ങളെ പരമാവധി പ്രോത്സാഹിപ്പിക്കാനുള്ള പരിശ്രമമാണ് സർക്കാർ നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി സെൻറ് തോമസ് കോളേജിൽ നിന്നും ദിഷണാശാലികളായിട്ടുള്ള മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികളും ഗവേഷകരുമൊക്കെ ഉയർന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി ഏറ്റവും സ്നേഹപൂർവ്വം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ കേരളത്തിലെ ഏറ്റവും പഴയ, ഏറ്റവും ദീർഘകാല ചരിത്രമുള്ള മഹാത്മാക്കൾ പഠിച്ചിറങ്ങിയ വളരെ മഹിതമായൊരു സ്ഥാപനത്തിലാണ് നിങ്ങൾ പഠിക്കുന്നത്. ആ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി നാളത്തെ കേരളത്തിൻ്റെ, നാളത്തെ ഇന്ത്യയുടെ, നാളത്തെ ലോകത്തിൻ്റെ മുന്നിൽ നടക്കാൻ പ്രാപ്തിയുള്ളവരായി നിങ്ങൾ മാറട്ടെ. അതിന് നമ്മുടെ എല്ലാം പിന്തുണ ഞാൻ ഉറപ്പാക്കുകയാണ്. മുഖ്യമന്ത്രി പറയുന്നത് ലോകോത്തര നിലവാരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ കേരളത്തിൽ ഒരുക്കി കൊടുത്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച പഠനം ഇവിടെ സാധ്യമാക്കണം എന്നുള്ളതാണ്. അതിനാണ് ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് റൂസ പദ്ധതിയിലൂടെ 2 കോടി രൂപയാണ് സെൻറ് തോമസ് കോളേജിന് അനുവദിച്ചിരുന്നത്. അതിൽ 1 കോടി രൂപയാണ് കോളേജ് ഇപ്പോൾ പൂർണ്ണമായും ചെലവാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ആ തുക ഉപയോഗിച്ചുകൊണ്ട് 78 ലക്ഷം രൂപയുടെ ഒരു മൾട്ടി പർപ്പസ് ഹോളും 22 ലക്ഷം രൂപയ്ക്ക് ഹോസ്റ്റൽ നവീകരണവുമാണ് കോളേജ് ചെയ്തിട്ടുള്ളത്. ഈ കംപ്ലീഷൻ റിപ്പോർട്ടും മറ്റ് രേഖകളും സമർപ്പിച്ചാൽ 1 കോടി രൂപ കൂടി പർച്ചേസ് ആവശ്യങ്ങൾക്ക് വേണ്ടി കോളേജിന് ലഭിക്കും. ഗവേഷണത്തിനു വേണ്ടി ഉപയോഗിക്കാവുന്ന ഏറ്റവും മികച്ച ലാബ് എക്യുപ്മെൻറ്റ്സ് വാങ്ങാൻ അത് വളരെയധികം സഹായകരമാകും. നമ്മുടെ സർവകലാശാലകൾക്കൊക്കെ 250 കോടിയോളം രൂപയാണ് ലാബ് എക്യുപ്മെൻറ്റ്സിൻ്റെ പർച്ചേസിന് മാത്രം ഈ സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. ഇന്ന് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ലാബ് കോംപ്ലക്സുകൾ കേരളത്തിലാണ്. കേരള സർവകലാശാലയിലും MG യൂണിവേഴ്സിറ്റിയിലും കുസാറ്റിലുമൊക്കെയുള്ള ലാബ് കോംപ്ലക്സുകൾ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ചതാണ് എന്ന് കൂടി കുട്ടികളോട് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്തണം. ഇതിൻ്റെ ഭാഗമായിട്ട് NAC ഗ്രേഡിങ്ങിലും NIRF റാങ്കിങ്ങിലും കേരളം മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. കേരള സർവകലാശാലയും MG യൂണിവേഴ്സിറ്റിയും A++ നേടി. കാലിക്കറ്റ് സർവകലാശാലയും കുസാറ്റും കാലടി സർവകലാശാലയും A+ നേടി. ഏറ്റവും ഉയർന്ന ഗ്രേഡുകളാണത്. അതുപോലെ സെൻറ് തോമസ് കോളേജിന് NAC അക്രഡിറ്റേഷനിൽ A++ ആണ്. 20ഓളം കോളേജുകൾ നമ്മുടെ സംസ്ഥാനത്ത് A++, 24 കോളേജുകൾ A++ നേടിയതായിട്ട് നമ്മുടെ സംസ്ഥാനത്തുണ്ട്. NIRF റാങ്കിങ്ങിൽ ആദ്യ 200-ൽ 42 കോളേജുകൾ കേരളത്തിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം 21% ഏറ്റവും മികച്ച കോളേജുകൾ കേരളത്തിലാണ് ഉള്ളത് എന്നുള്ളതാണ്. നമ്മുടെ സർവകലാശാലകൾ ആഗോള റാങ്കിങ്ങിലും ടൈംസ് റാങ്കിങ്ങിലും QS റാങ്കിങ്ങിലുമൊക്കെ നല്ല പ്രകടനം കാഴ്ചവെച്ച് മികച്ച നിലയിൽ തന്നെ റാങ്ക് ചെയ്യപ്പെടുന്നു എന്നുള്ളതും അഭിമാനകരമായൊരു നേട്ടമായിട്ട് ഞാൻ കരുതുകയാണ്. ഇനി സുദീർഘമായി സംസാരിക്കുന്നില്ല. നിങ്ങളെല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ മൾട്ടി പർപ്പസ് സ്റ്റേഡിയം, അത് ഇവിടെയല്ല, രാമവർമ്മപുരത്ത് നമ്മുടെ ക്യാമ്പസിന് വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ള സ്ഥലത്താണ് നിർമ്മിച്ചിട്ടുള്ളത്. അവിടെ വെള്ളക്കെട്ട് കാരണം അവിടെ ഉദ്ഘാടനം ചെയ്യേണ്ടതില്ല എന്ന് മാനേജ്മെൻറ്റ് തീരുമാനിച്ചതനുസരിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. നിങ്ങളെല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ആ മൾട്ടി പർപ്പസ് ഹാളിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് സസ്നേഹം അറിയിക്കുന്നു. അഭിവാദ്യങ്ങൾ. റൂസ പദ്ധതിയുടെ കീഴിൽ സെൻറ് തോമസ് കോളേജിൽ നിർമ്മിക്കപ്പെട്ട മൾട്ടി പർപ്പസ് ഹാളിൻ്റെ ഉദ്ഘാടനം ഭദ്രദീപം തെളിയിച്ച് നിർവഹിക്കുന്നതിനായി ബഹുമാനിയായ R. ബിന്ദു അവർകളെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഭദ്രദീപം തെളിയിക്കുന്നതിനായി വേദിയിലെ മറ്റ് എല്ലാ വിശിഷ്ട വ്യക്തികളെയും സ്വാഗതം ചെയ്യുന്നു.
അടുത്തതായി ശിലാഫലകം അനാച്ഛാദനം ചെയ്ത് റൂസ മൾട്ടിപർപ്പസ് ഹാളിൻ്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിക്കുകയാണ്. അതിനായി വിശിഷ്ടാതിഥി ആർ ബിന്ദു മാമിനെ ഏറെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. റൂസ പദ്ധതിയുടെ കീഴിൽ സെന്റ് തോമസ് കോളേജിൽ നിർമ്മിക്കപ്പെട്ട മൾട്ടിപർപ്പസ് ഹാളിൻ്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ ഔദ്യോഗികമായി നിർവഹിക്കപ്പെടുകയാണ്. സന്തോഷത്തിൻ്റെയും ഒരു ദിനമാണ്. നമ്മുടെ കേന്ദ്ര സംസ്ഥാന റൂസ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ ചേറൂര് ഒരു മൾട്ടിപർപ്പസ് ഹാള് ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ പണി പൂർത്തിയായതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ഫോട്ടോയിൽ കണ്ടപ്പോൾ വലിയൊരു ഇതില്ലെങ്കിലും അത് മുകളിൽ നിന്നെടുത്ത ഒരു ഫോട്ടോ ആണെന്ന് തോന്നുന്നത്. മന്ത്രി പറഞ്ഞതുപോലെ അത് കാണുമ്പോൾ നമുക്ക് എന്തോ പോലെ തോന്നുന്നുണ്ടെങ്കിലും നമ്മളത് പണി കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ അത് നല്ലൊരു മൾട്ടിപർപ്പസ് ഹാള് തന്നെ ആയിരിക്കും എന്നാണ് നമ്മുടെ മാർട്ടിനച്ചൻ ഇവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ എല്ലാവിധ ആശംസകളും നമ്മുടെ സെൻറ്റ് തോമസ് കോളേജ് അങ്ങനെ ഉന്നതിയിലേക്ക് ഉയർന്നു വരട്ടെ. ധാരാളം വ്യക്തികൾ മഹാത്മാക്കൾ ഇവിടെ നിന്നും പഠിച്ചിറങ്ങി പോയിട്ടുണ്ട്. അതിനെ തുടർന്നുകൊണ്ട് വീണ്ടും ധാരാളം വ്യക്തികൾ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങാനായിട്ട് സാധിക്കട്ടെ. ഈ മൾട്ടിപർപ്പസ് ഹാള് കൊണ്ട് നമ്മുടെ ഈ വിദ്യാഭ്യാസം കേന്ദ്ര വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നത നിലവാരത്തിലെത്തിക്കുന്ന പോലെ തന്നെ സെൻറ്റ് തോമസ് കോളേജിൻ്റെയും പഠനം അതേ നിലവാരത്തിലെത്താനായിട്ട് സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിൽ നന്ദി അറിയിച്ച് സംസാരിക്കുന്നതിനായി അസോസിയേറ്റ് ബർസർ റെവറൽ ഡോക്ടർ ഫ്ലർജിൻ ആന്റണി അച്ഛനെ ഈ വേദിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ അഭിവന്ദ്യമാർ ടോണി നീലങ്കാവിൽ പിതാവേ, ഇന്നത്തെ മൾട്ടിപർപ്പസ് ഹാൾ ഉദ്ഘാടനം നിർവഹിച്ച ഡോക്ടർ ആർ ബിന്ദു, സ്വാഗത പ്രസംഗം നടത്തിയ പ്രിൻസിപ്പൽ മാർട്ടിൻ കെ എ, വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, സെൻറ്റ് തോമസ് കോളേജിൻ്റെ 136-ാം വയസ്സിലേക്ക് കടക്കുമ്പോൾ ഒരു അപൂർവമായ നേട്ടമാണ് ഇന്ന് നമ്മൾ കൈവരിച്ചിരിക്കുന്നത്. ആദ്യമേ തന്നെ ഈ നേട്ടം കൈവരിക്കാൻ കലാലയത്തെ സഹായിച്ച കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഈ കലാലയത്തിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഏറ്റവും സ്നേഹത്തോടെ ഇവിടുത്തെ എല്ലാ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മാനേജ്മെൻറ്റിൻ്റെയും പേരിൽ അർപ്പിക്കുന്നു. ഇന്നത്തെ ഈ മൾട്ടിപർപ്പസ് ഹാൾ ഉദ്ഘാടനം നിർവഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവരുടെ പ്രത്യേകമായ സാന്നിധ്യവും നമ്മളെല്ലാം പിന്തുണയ്ക്കുന്ന വാക്കുകളും നമ്മുടെ കലാലയത്തിനോട് കാണിക്കുന്ന വലിയ സ്നേഹവും പ്രത്യേകമായ കലാലയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നൽകുന്ന പിന്തുണയും അത് എപ്പോഴും പ്രശംസനീയമാണ്. നമ്മുടെ തൃശ്ശൂരിൻ്റെ പ്രത്യേകമായ വളർച്ചയിൽ ഈ കലാലയത്തിൻ്റെ പങ്ക് പ്രത്യേകമായി എടുത്തു പറയുകയും ചെയ്തു. കേരള സംസ്ഥാനത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയിൽ വളരെയധികം പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ തലത്തിൽ വലിയ നേട്ടങ്ങളും ഒരുപാട് ചുവടുവയ്പ്പുകൾ നടത്തി എന്നുള്ളത് അഭിനന്ദനാർഹമാണ്. പ്രത്യേകമായി ഈ ഒരു അവസരത്തിൽ ആർ ബിന്ദു അവർക്ക് കലാലയത്തിൻ്റെ പേരിൽ ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഈ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി എത്തിച്ചേരാമെന്ന് അറിയിച്ചിരുന്ന നമ്മുടെ തൃശ്ശൂരിൻ്റെ എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ ശ്രീ സുരേഷ് ഗോപി, തൃശ്ശൂരിൻ്റെ കോർപ്പറേഷൻ മേയർ ശ്രീ MK വർഗീസ് അവറുകൾ, അതുപോലെ തന്നെ റൂസ സംസ്ഥാന പ്രോജക്റ്റ് ഡയറക്ടർ ശ്രീ സുധീർ K IAS, അതുപോലെ തന്നെ കോർപ്പറേഷൻ കൗൺസിലർമാരായ ശ്രീ രാധിക അശോകൻ, അവരുടെ സാന്നിധ്യത്തിൽ അവർക്കേവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഈ സമയം അറിയിക്കുന്നു. ഇന്ന് ഇവിടെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ശ്രീമതി റെജി ജോയ് കൗൺസിലർ, പ്രത്യേകമായി ഈ അവസരത്തിൽ കലാലയത്തിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ സമയം അറിയിക്കുന്നു. ഇന്നത്തെ ഈ ചടങ്ങിൽ അധ്യക്ഷപദം അലങ്കരിക്കുകയും ഈ കലാലയത്തിൻ്റെ എല്ലാമായി തീർന്ന അഭിവന്ദ്യ ടോണി നീലങ്കാൽ പിതാവ്
നമ്മുടെ കലാലയത്തെ സംബന്ധിച്ച് എല്ലാ സംരംഭങ്ങൾക്കും നേതൃത്വവും സധൈര്യം, എല്ലാ ചുവടുവയ്പ്പുകൾക്കും പ്രോത്സാഹനവും നൽകുന്ന അഭിയന്യ പിതാവിൻ്റെ ദീർഘവീക്ഷണവും കലാലയത്തെക്കുറിച്ചുള്ള വലിയ സ്വപ്നങ്ങളും ഈ കലാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള വലിയ നേട്ടവുമാണ്, നമ്മുടെ വലിയൊരു സൗഭാഗ്യവുമാണ്. ഈ ഒരു അവസരത്തിൽ അഭിയന്യ പിതാവിന് ഈ കലാലയത്തിലെ എല്ലാവരുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇന്ന് സ്വാഗത പ്രസംഗം അർപ്പിച്ച ബഹുമാനപ്പെട്ട മാർട്ടിൻ അച്ഛന് നമ്മുടെ കലാലയത്തിൻ്റെ എല്ലാവരുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇന്ന് ഇവിടെ സാന്നിധ്യമായ ബഹുമാനപ്പെട്ട ബിജു പാണങ്ങാടൻ അച്ഛൻ, എക്സിക്യൂട്ടീവ് മാനേജർ, അച്ഛൻ അസുഖം കാരണം അച്ഛൻ ഹോസ്പിറ്റലിലാണ്. അച്ഛൻ്റെ സാന്നിധ്യത്തിൽ അച്ഛൻ്റെ എല്ലാവിധ നേതൃത്വത്തിനും അച്ഛൻ്റെ എല്ലാവിധ പരിശ്രമങ്ങൾക്കും കലാലയത്തിൻ്റെ പേര് ഹൃദയം നിറഞ്ഞ നന്ദി ഈ സമയം അറിയിക്കുന്നു. നമ്മുടെ കലാലയത്തിലെ റൂസ ഫണ്ടിൻ്റെ ഡയറക്ടർ കോർഡിനേറ്ററായ ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് MT സാറ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇതിൻ്റെ നേതൃത്വവും ഇതിനു വേണ്ട നിർദ്ദേശവും എല്ലാം നൽകിയ ഡോക്ടർ തോമസ് MT സാറാണ്. അദ്ദേഹത്തിൻ്റെ ഈ വലിയ നേട്ടത്തിൽ കലാലയത്തിൻ്റെ എല്ലാവരുടെ പേരിലുള്ള അഭിനന്ദനവും എല്ലാവിധ നന്ദിയും ഈ സമയം അറിയിക്കുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വൈസ് പ്രിൻസിപ്പൽസ്, ഡീൻസ്, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്, ഫാക്കൽറ്റി മെമ്പേഴ്സ്, എല്ലാ വിദ്യാർത്ഥികൾക്കും, അധ്യാപകർക്കും, അനാധ്യാപകർക്കും, എല്ലാവിധ സുഹൃത്തുക്കൾക്കും, PTA മറ്റ് എല്ലാ പ്രതിനിധികൾക്കും ഈ കലാലയത്തിൻ്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കള വംഗ വിന്ധ്യ ഹിമാചല യമുനാ ഗംഗ ഉജ്ജല ജലധി തരംഗ तव शुभ नामे जागे तव शुभ आशीष मांगे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे।